ഇപ്പോൾ നമുക്കൊപ്പം മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ശബരിമലയിലും ADGP അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരികയാണ്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ അദ്ദേഹം കടന്നു കയറി, പ്രത്യേക താൽപര്യത്തിൽ അവിടെ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഒക്കെ നിയോഗിച്ചുവെന്ന് പറയുന്നു. എന്താണ് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ അതിന് പരാതിക്കാരായി വരേണ്ടത് ദേവസ്വം ബോർഡുകാരാണ് ഫസ്റ്റില്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ദേവസ്വം ബോർഡ് പരാതി കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഭക്തജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്തരോടൊപ്പം നിൽക്കേണ്ട ആളുകളാണ് ദേവസ്വം ബോർഡിന്റെ അധികൃതർ. അവരത് ചെയ്തിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും മുടക്കമുണ്ടാകുമെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ADGP എന്നുള്ളതല്ല, ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഇന്റർഫിയറൻസ് ആണ്. ഗവൺമെന്റിന് ഏത് പരിധി വരെ പോകാൻ പറ്റും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. കവനന്റ് അനുസരിച്ച് ബോർഡിന് കിട്ടിയിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവർക്ക് കഴിയും. സാധാരണഗതിയിൽ ശബരിമലയെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ അധികൃതരും ദേവസ്വം ബോർഡിന്റെ അധികാരികളും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കാണ് പരിഹാരമുണ്ടാകേണ്ടത്. അതിനു പകരം അവരെ തന്നെ അവിടെ ഡാർക്കായിട്ട് നിർത്തിക്കൊണ്ട്, അവരെ തന്നെ ഇങ്ങനെ മറയിട്ട് നിർത്തിക്കൊണ്ട് ആരെങ്കിലും ഭരണാധികാരം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകുകയല്ല. അത് ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന മനസ്സിന്റെ വിഷമവും ക്ലേശവും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എത്രത്തോളം ഇത്തരത്തിലൊരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ADGPക്കോ ഒക്കെ ഇങ്ങനെ കയറി ഇടപെടാൻ കഴിയും? പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം, ശ്രദ്ധാകേന്ദ്രമായ തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും യാതൊരു മൗനവും ഭജിക്കാതെ നിൽക്കിയല്ലേ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഒരു പ്രതികരണവും ഇല്ലല്ലോ. ഓ ഇതെല്ലാം ശരിയാണോ എന്നോ തെറ്റാണോ എന്നൊന്നും അവർ പറയുന്നില്ലല്ലോ. മൗനി ബാബ നടിച്ചു നിൽക്കുകയാണ് ഗവൺമെന്റ് ഇതിനകത്ത് റിയാക്ട് ചെയ്യണ്ടേ? ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യണ്ടേ? അല്ലാതെ ഒരു ഭരണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കരകളിൽ അധിഷ്ഠിതമാണോ? ആ പോലീസ് ഉദ്യോഗസ്ഥന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ളയാളാണോ? ഒന്നുമല്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഗവൺമെന്റാണ് നിഷ്കർഷിക്കേണ്ടത്. അതല്ല എങ്കിൽ ഗവൺമെന്റ് കൂടി നിർദ്ദേശിച്ചതിന് അനുസരിച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പൊ ഈ RSS നേതാക്കളെ കണ്ടതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, DGP നേരിട്ട് അന്വേഷണം നടത്തുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഈ ശബരിമലയുടെ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്നും നടപടിയെടുക്കാൻ പറ്റില്ല, അന്വേഷണം വേണ്ടി വരുമല്ലോ അവിടെയും. ഈ ADGPയെ കുറിച്ച് DGP അന്വേഷിച്ചിട്ട് എന്ത് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ADGP ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ DGPക്ക് പറ്റുമായിരുന്നോ എന്ന് ഒരിക്കൽ നടപടി നടക്കുന്ന സമയത്ത് തന്നെ നിർത്താൻ പറ്റുമായിരുന്നല്ലോ. DGPയുടെ അധികാരാവൃത്തിയിൽപ്പെട്ട ഭൂപ്രദേശത്തല്ല ഈ കൂടിക്കാഴ്ചയൊക്കെ നടന്നത്. അദ്ദേഹം അറിയുക പോലും ചെയ്തിട്ടില്ല എന്നാണ് പിന്നീടുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഒരു മെല്ലെപ്പോക്കുണ്ടെങ്കിൽ ഇനി എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. അവിടെയാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെ പുതിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ശബരിമലയിൽ ADGP അജിത് കുമാർ അമിത അധികാരം പ്രയോഗിക്കുന്നു എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആരോപണം ഉയരുമ്പോൾ ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നു കയറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ